നമ്മുടെ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായതിനാലായിരിക്കണം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ ഒരു കലവറ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു മതത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതിയെ കുറിച്ചോ അല്ല. പണ്ടുകാലങ്ങളിൽ നിലനിന്നിരുന്ന ചില അന്ധവിശ്വാസങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ചിലർ മാത്രമാണ് ഇവയെ ഇന്നും ഒരു അന്ധവിശ്വാസമായി വിശ്വസിക്കുന്നത്. പണ്ടുകാലത്തെ ആളുകൾ ഇതിൽ അമിതമായി വിശ്വസിച്ചതിനാലായിരിക്കണം ഇന്നും ഈ അന്ധവിശ്വാസങ്ങൾ നിലനിന്നു വരുന്നത്. അത്തരത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ഇടുക്കിക്കാരീസ്. ഒന്നാമതായി നമ്മൾ പറയുന്നത് കണ്ണാടികളെ കുറിച്ചാണ്. നമ്മുടെ വീട്ടിൽ ഒരു കണ്ണാടി ഉപയോഗിക്കുമ്പോൾ ആ കണ്ണാടിയിൽ വിള്ളൽ വീഴുകയോ അല്ലെങ്കിൽ അവ പൊട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവ പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിന് പകരമായി നമ്മൾ പുതിയ കണ്ണാടി ഉപയോഗിക്കണം എന്നായിരുന്നു ഇതിന് പരിഹാരമായി പലരും പറയുന്നത്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുകയോ ചെയ്യുമ്പോൾ നമ്മുടെ കുറുകെ ഒരു പൂച്ച ചാടുകയാണെന്ന് വിചാരിക്കുക. അന്നേരം നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ആ പൂച്ചയെ ഓടിച്ചു വിട്ടതിന് ശേഷം അവിടെ തന്നെ നിൽക്കുകയും പിന്നീട് ഒരു 3 അല്ലെങ്കിൽ 7 അടി പുറകോട്ട് നടക്കുകയും ചെയ്യും. ഇതിന് കാരണവും നമ്മൾ പറയാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ എന്തിനാണോ പോകുന്നത് ആ കാര്യസാധ്യത നടക്കില്ല എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പണ്ട് കാലങ്ങളിലും ഇതുപോലെ തന്നെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതിനാലാണ് ഇപ്പോഴും ഇതുപോലെ തന്നെ വിശ്വസിക്കുന്നത്. 3, ചില വീടുകളിൽ മുന്നിലായി നമ്മൾ നാരങ്ങ അല്ലെങ്കിൽ മുളകും ഒരു വള്ളിയിൽ കെട്ടി തൂക്കി ഇട്ടിരിക്കുന്നത് കാണാം. തമിഴ്നാട്ടിലെ വീടുകളിലാണ് ഇത് കൂടുതലായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ഇതെന്തിനാണെന്നും നിങ്ങളിൽ പലരെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും. അതിന് അവർ പറയുക, വീട്ടിലെ ദൃഷ്ടിദോഷം മാറാനും വീട്ടിൽ ഉള്ളവരുടെ കണ്ണുദോഷം മാറാനും വേണ്ടിയായിരിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉപ്പും മുളകും കടുകും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ചില വീടുകളിൽ നിന്നല്ല, ഒട്ടുമിക്ക വീടുകളിലും ഇതിങ്ങനെ ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും കണ്ണുദോഷം മാറാൻ വേണ്ടിയാണ്. ഈ ഉപ്പും മുളക് കടുകും കൂടെ തലയ്ക്കൊഴിഞ്ഞ് തീയിലിടുകയാണ് പതിവ്. ഇതുപോലെ തന്നെ നമ്മൾ ഒരു പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ ഒരു നാരങ്ങ ആ വാഹനത്തിന്റെ മുൻപിൽ വെച്ചതിന് ശേഷം ആദ്യം ആ വണ്ടി ഓടിക്കുന്നത് ആ നാരങ്ങയുടെ മുകളിൽ കൂടെയായിരിക്കും. ഇതിനും കാരണങ്ങൾ പറയുന്നത് ആ വാഹനങ്ങളുടെ ദൃഷ്ടിദോഷം മാറാനും അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണെന്നാണ്. നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒന്നായിരിക്കും ഇത്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മ നമ്മളോട് മിക്കവാറും പറയാറുള്ള ഒന്നുമായിരിക്കും ഇത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ധ്യാസമയങ്ങളിൽ നഖം വെട്ടാൻ പാടില്ല, അല്ലെങ്കിൽ നഖം കടിക്കാൻ പാടില്ല. ഇത് കുടുംബത്തിന് ദോഷകരമായിരിക്കുമെന്ന് നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇതുപോലെ ഒന്നായിരിക്കും, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒന്നായിരിക്കും, വ്യാഴാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നഖം വെട്ടാൻ പാടില്ല എന്ന്. അതും ദോഷകരമാണെന്ന്. ഇത് പണ്ട് കാലങ്ങളിൽ മുതൽ ഇങ്ങനെയായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതുമാത്രമല്ല, നമ്മൾ വിസിലടിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ചൂളം അടിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. എന്നാൽ സന്ധ്യാസമയങ്ങളിൽ, പഴമക്കാരുള്ള വീടുകളിൽ സന്ധ്യാസമയങ്ങളിൽ ചൂളം അടിക്കാൻ സമ്മതിക്കില്ല. പാമ്പ് വരുമെന്നാണ് അവർ പറയുന്നത്. കാരണം ഇതാണ്, പാമ്പിനെ നമ്മൾ മകുടി ഊതിയാണ് വിളിക്കുന്നത്. നമ്മൾ ചൂളം അടിക്കുമ്പോൾ പാമ്പുകൾക്ക് അത് മകുടി ഊതുന്ന പോലെ തോന്നുകയും അങ്ങനെ പാമ്പ് വരികയും ചെയ്യുന്നു. പിന്നെ ഒന്നാണ്, നമ്മൾ എല്ലാവരും ശകുനം നോക്കുന്നവരല്ലേ. നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ശകുനം നോക്കുന്ന ചൂലായിരിക്കും. ചൂല് കണ്ടിട്ട് പോയാൽ അന്നത്തെ കാര്യം നടക്കില്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുറകോട്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെ പുറകിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്ന് തുളസിയില തിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ ചെയ്യാറുണ്ടോ? ഹിന്ദുക്കളായ എല്ലാവരും ദക്ഷിണ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. എല്ലാ ഫംഗ്ഷൻസിനും, കല്യാണമായാലും ബർത്ത്ഡേ പാർട്ടി ആയാലും എല്ലാത്തിനും മുതിർന്നവർക്ക് ദക്ഷിണ കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന്റെ ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റയും പാക്കും അതിന്റെ കൂട്ടത്തിൽ 1 രൂപ തുട്ടും കൊടുക്കുന്നത് കാണാം. എത്ര രൂപ കൊടുത്താലും അതിന്റെ കൂടെ 1 രൂപ കൂട്ടി കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ഇതിനും കാരണമുണ്ട്. ആരും 100 രൂപ, 500 രൂപ, 1000 രൂപ എന്ന് പറഞ്ഞു കൊടുക്കാറില്ല. 101 രൂപ, 501 രൂപ, 1001 രൂപ എന്നിങ്ങനെ നൽകാറുണ്ട്. ഇതിന് പഴമക്കാർ പറയുന്നത് നല്ല ഒരു കാര്യം നടക്കണമെങ്കിൽ 1 രൂപ കൂട്ടിക്കൊടുക്കണം എന്നാണ്. വേറെ ഒന്ന്, കണ്ണിന്റെ വിറയലാണ്. നമ്മുടെ കണ്ണ് തുടിക്കുന്നത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന് ഓരോരുത്തർ പറയുന്നത് നല്ലതായും ചീത്തയായും പറയാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വലത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ അത് ഇണയെ കാണാനും, ഇടത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ കരയാനുമാണെന്നാണ് പറയപ്പെടുന്നത്. ഹിന്ദുക്കളായ എല്ലാവരും എന്തെങ്കിലും നല്ല ചടങ്ങുകൾ നടത്തുമ്പോൾ നല്ല നേരം നോക്കാറുണ്ട്. രാഹു, കേതു എന്നിങ്ങനെയുള്ള നല്ല നേരവും ചീത്ത നേരവും.
ഇത് പണ്ട് കാലം മുതൽക്കേ തന്നെ ഉള്ളതാണ്. ഇപ്പോഴത്തെ ആളുകളും ഇതുപോലെ തന്നെ വിശ്വസിച്ചു വരുന്നു. ഇല്ലെങ്കിൽ ആ ചടങ്ങുകൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്നും നല്ല രീതിയിൽ നടക്കില്ലാവെന്നുമാണ് അന്നുള്ളവരും ഇന്നുള്ളവരും പറയുന്നത്. ഇതിനു മുൻപത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്തത് ഒരു മൂങ്ങയെ പറ്റിയായിരുന്നു. കാലൻ കോഴി അഥവാ കൊള്ളിയൻ എന്ന് പറയുന്ന ഒരു മൂങ്ങയെ പറ്റി. ഈ വീഡിയോയുടെ ലിങ്ക് മുകളിൽ കാണുന്നതായിരിക്കും, എല്ലാവരും ഒന്ന് കാണണം. ഇതുപോലെ തന്നെ ഇത് രാത്രി കാലങ്ങളിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദത്തിൽ കൂവുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇതുപോലെ തന്നെ ആണ് വേറെ ഒന്നും നമ്മുടെ വീടുകളിൽ സാധാരണ കാണുന്ന ഒന്നാണ് പട്ടികൾ. ഈ പട്ടികൾ കാലൻ കൂവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ മൂങ്ങയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവയും കാലിന്റെ പ്രതിരൂപവും മരണത്തിന്റെ ദൂതനുമാണ്. അതായത് മരണം വരുന്നതിന്റെ സൂചനയായിട്ടാണ് കാലൻ കൂവുന്നത് എന്ന്, അതായത് പട്ടി കാലൻ കൂവുന്നത് എന്ന്. ഇതിനും പഴമക്കാർ പറയുന്നത് ഇതിനെ ഓടിച്ചു വിടാറാണ്, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞ് ഓടിച്ചു വിടുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അടുത്തതായി നമ്മൾ നോക്കുമ്പോൾ നിരാഹാരത്തെ കുറിച്ചാണ് പറയുന്നത്. നിരാഹാരം എന്ന് പറയുമ്പോൾ പ്രതിഷേധമല്ല. അമ്പലങ്ങളിൽ, പ്രത്യേകിച്ച് ഹിന്ദുക്കളായ ആളുകൾ അമ്പലങ്ങളിൽ ഒരിക്കലും നോക്കുന്ന കാണാം, അല്ലെങ്കിൽ ഭജനം ഇരിക്കുമ്പോഴോ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീടുകളിലും ഒരിക്കൽ നോക്കുന്നത് കാണാം. അതുപോലെ തന്നെ ബലിയിടുന്ന സമയത്തും ഒരിക്കലും നോക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവരൊരു പ്രത്യേക കാര്യസാധ്യതത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കാര്യസാധ്യത നടക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുമ്പോൾ രസകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലുകൾ ഇനി ശ്രദ്ധിക്കുക. കാലുകൾ എന്ന് പറയുമ്പോൾ കാലിന്റെ തള്ളവിരലും തൊട്ടടുത്ത വിരലും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ ആണെങ്കിൽ തള്ളവിരലിന്റെ തൊട്ടപ്പുറത്തെ വിരല് കുറച്ച് വലുതാണെങ്കിൽ, അതായത് തള്ളവിരലിനേക്കാൾ കുറച്ച് വലുതാണെങ്കിൽ ആ പെൺകുട്ടി തന്നിഷ്ടക്കാരി ആയിരിക്കുമെന്നും ആൺകുട്ടികൾ പറയുന്നത് കേൾക്കുകയില്ല, തന്റെ ഭർത്താവിൻ പറയുന്നത് കേൾക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ആ തള്ളവിരലിനേക്കാൾ തൊട്ടപ്പുറത്തെ വിരൽ ചെറുതാണെങ്കിലോ ആ പെൺകുട്ടി പാവമായിരിക്കും, ആരെന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു സ്വഭാവക്കാരി ആയിരിക്കുമെന്നും വിശ്വസിക്കുന്നു. ഇതേ സമയം ആ രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ തന്റെ ഭർത്താവിനും കുടുംബക്കാരും പറയുന്നതെല്ലാം കേട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഈക്വലായി നിന്നു പോകുമെന്നും പറയപ്പെടുന്നു. അതിനാൽ ഇന്നു മുതൽ നിങ്ങൾ ആ വിരലൊന്ന് ശ്രദ്ധിച്ചോളൂ. അടുത്തത് നമ്മൾ എല്ലാവരും പേടിയോടെയാണെങ്കിലും അനുസരിക്കുന്ന ഒന്നായിരിക്കും. പീപ്പാൽ മരം അല്ലെങ്കിൽ പാലമരത്തിന്റെ ചുവട്ടിൽ നമ്മൾ ആരും രാത്രി സമയങ്ങളിൽ പോയി നിൽക്കാറില്ല. ഇതിനും കാരണം പണ്ട് കാലത്തെ അന്ധവിശ്വാസങ്ങൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന കുറെ കഥകളായിരിക്കും. ഇങ്ങനെ ഈ രാത്രി സമയങ്ങളിൽ ഈ മരത്തിന്റെ ചുവട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പ്രേതങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുഷ്ടശക്തികളോ വരുമെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇന്ന് നമ്മൾ അതുപോലെ തന്നെ നല്ല കുട്ടികളായി അനുസരിച്ച് വരികയും ചെയ്യുന്നു. അടുത്ത ഒന്നും ഇതുപോലെ തന്നെയാണ്. കുഞ്ഞു കുട്ടികളുള്ള വീടുകൾ, അല്ലെങ്കിൽ കുട്ടികൾ ആദ്യമായി പ്രസവിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ കുട്ടികളെ കിടത്തുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കിടത്തുന്ന കട്ടിലിന്റെ അടിയിലായി ചൂലോ അല്ലെങ്കിൽ ഇരുമ്പ് ഉപകരണങ്ങളോ വെക്കാറുണ്ട്. വീടിന് മുകളിലായി ഒരു പൂതി ഉണർത്തിയുടെ അല്ല പുള്ളുകേറ മരത്തിന്റെ ഇല കൊണ്ട് ഇടാറുമുണ്ട്. ഇത് ചെയ്യുന്നതും ആ കുട്ടികൾക്ക് ചീത്ത ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പഴമക്കാർ പറയാറുണ്ട്. അത് നമ്മളും അനുസരിച്ച് വരുന്നു. അതുപോലെ തന്നെ ആ കുട്ടികളെ കൊണ്ട് നമ്മൾ പുറത്തെവിടെങ്കിലും പോവുകയാണെങ്കിൽ ഒരു ഇരുമ്പ് ഉപകരണമോ അല്ലെങ്കിൽ കുട്ടികളുടെ തലയിൽ ഒരു പച്ചില വെച്ചുകൊണ്ടോ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. ഇതും ചീത്ത ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായും വരുന്നതെന്ന്? ദൈവത്തിലും പ്രേതത്തിലുമുള്ള അമിതമായ വിശ്വാസമാണ് ഇതിന് കാരണമെന്നും ഇനിയെങ്കിലും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് ഇടുക്കിക്കാരി.